സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞു വന്നത്. 4 കാര്യങ്ങൾ: 1 ഈമാൻ, 2 തഖ്വ, 3 വസീലയെ കണ്ടെത്തൽ, 4 ജിഹാദ്. ഈ 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, അതുവഴി നിങ്ങൾക്ക് വിജയം കൈവരിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? ഈമാൻ. പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തീർന്നിട്ടല്ല, നമ്മൾ നിർത്തി. ഈമാനിനെ കുറിച്ചുള്ള വർത്താനം ഇത്രയും ദിവസം നമ്മളത് പറഞ്ഞു, ഈമാൻ. ബാക്കി 3 കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പറയണം. അതിൽ 2ാമത്തെ കാര്യം തഖ്വയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തഖ്വയിൽ ഈ തഖ്വ എന്ന് പറയുന്നത്, തഖ്വ ഉള്ള ആൾക്കാണ് മുത്തഖി എന്ന് പറയാം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മുത്തഖി, തഖ്വയുള്ള ആൾ. ഖുർആൻ ഇങ്ങനെ ഓരോ പേജ് മറിച്ച് നോക്കുമ്പോഴും അതിലൊക്കെ എല്ലായിടത്തും കാണാം എന്ത്? ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യൂ, നിങ്ങൾ തഖ്വ ചെയ്യൂ. അപ്പം എത്ര പ്രാധാന്യമുണ്ട് തഖ്വക്ക്, അല്ലേ? വെള്ളിയാഴ്ച ജുമുഅക്ക് നമ്മളെല്ലാം പള്ളിയിൽ ഒരുമിച്ച് കൂടും. എല്ലാ മുസ്ലിമീങ്ങളും ഏതെങ്കിലും ഒരു പള്ളിയിൽ ജുമുഅക്ക് കൂടൽ നിർബന്ധമാണ്. ആ ഖുതുബയിൽ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ നിർബന്ധമാണ്. തഖ്വ കൊണ്ട് വസിയത്തില്ലാതെ പോയാൽ ആ ജുമുഅ ബാത്തിലാണ്, ശരിയല്ല, ജുമുഅ മൊത്തം പൊളിഞ്ഞു പോയി. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും മിമ്പറിൽ കയറി നിർബന്ധമായും വസിയത്ത് ചെയ്യേണ്ട ഒന്നാണ് തഖ്വ. അപ്പോൾ തഖ്വയുടെ പ്രാധാന്യം നോക്കൂ. മറ്റൊന്ന്, ഖുർആനിൽ പിന്നെ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഉഇദ്ദത്തിൽ മുത്തഖീൻ, ഈ സ്വർഗം തഖ്വയുള്ളവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്, തഖ്വയുള്ളവരെ സ്വർഗത്തിൽ പോവുകയുള്ളൂ. ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഖുർആനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു ഇത് തഖ്വയുള്ളവർക്ക് മാർഗദർശനം നൽകുന്നതാണ്, തഖ്വയുള്ളവർക്ക് മാർഗദർശനം നൽകുന്നതാണ്. തഖ്വയില്ലാത്തവർ, അവർക്ക് ഖുർആനിൽ നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. ഇനി പറയേണ്ടതില്ലല്ലോ തഖ്വയുടെ പ്രാധാന്യം. അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ് തഖ്വ. അപ്പൊ എന്താണ് തഖ്വ? തഖ്വ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യമൊക്കെ നിഷ്ഫലമാണ്, ഒരു സംശയമില്ല. നോമ്പ് കൊണ്ട് തഖ്വ നേടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെയ്യുന്ന അമലെല്ലാം നിഷ്ഫലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോമ്പ് കഴിയുമ്പോൾ നിറഞ്ഞ തഖ്വയുള്ളവരായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഖുർആനിൽ പലയിടങ്ങളിൽ ഉള്ള ഒരു ആയത്ത് ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ, അള്ളാഹുവിനെ തഖ്വ ചെയ്യുവീൻ. സൂക്ഷിക്കുവീൻ എന്നുള്ളത് എൻ്റെ മലയാളമാണ്, ഞാൻ മലയാളം ഇപ്പം പറയണ്ട, തഖ്വ തന്നെ പറയാം. നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യുവീൻ. ആരോടാ പറഞ്ഞത്? വിശ്വാസികളോട്. അപ്പോൾ ഈമാനുള്ളവരോട് തഖ്വ ചെയ്യാൻ പറയുമ്പോൾ ഈമാനും തഖ്വയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈമാനുള്ളവരെ വിളിച്ചിട്ടാണ് അല്ലാഹു തആല പറഞ്ഞ് തഖ്വ ചെയ്യാൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. നമ്മളെല്ലാ മിക്ക വെള്ളിയാഴ്ചകളും കേൾക്കൂലേ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. കേൾക്കാറുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇങ്ങനൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അവിടൊക്കെ വിളിക്കുന്നത് ആരെയാണ്? ഈമാനുള്ളവരെയാണ് വിളിക്കുന്നത്, ഈമാൻ ഇല്ലാത്തവരെയല്ല. ഈമാനുള്ളവരെ വിളിച്ച് തഖ്വ ചെയ്യാൻ പറയുമ്പോൾ ഈമാനും തഖ്വയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവണമല്ലോ. ഈമാൻ തന്നെയാണ് തഖ്വ എങ്കിൽ പിന്നെ ഈമാനുള്ളവരോട് തഖ്വ ചെയ്യൂ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ചോദ്യം മനസ്സിലായെങ്കിലേ പിന്നെ ഉത്തരം പറഞ്ഞാൽ തിരിയുള്ളൂ. അപ്പൊ ഈമാനും തഖ്വയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ഉദാഹരണം പറയാം, ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ.
നമ്മളൊരു ഒരു തൈ നട്ടു, ഒരു ചെറിയൊരു ചെടി നട്ടു. ആ ചെടി നട്ടാൽ ആ നട്ട് മുളച്ചു നിൽക്കുന്ന ആ ചെടി ഈമാനാണ് സങ്കല്പിക്കുക. അതാണ് ഈമാൻ. ഇനി ആ ചെടിയെ രണ്ട് നിലക്ക് നമ്മൾ സംരക്ഷിക്കണം, അതാണ് തഖ്വ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈമാനാകുന്ന ഒരു ചെടി നമ്മൾ നട്ടിട്ടുണ്ട്. രണ്ട് നിലയിൽ ആ ചെടിയെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ഒന്ന്, ആ ചെടിക്ക് വെള്ളമൊഴിക്കണ്ടേ, വളമിടണ്ടേ, തടെടുത്ത് കൊടുക്കണ്ടേ, ഇതൊക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താവും? ചെടി ഉണങ്ങിപ്പോകും. രണ്ടാമത് ആ ചെടിക്ക് ചെയ്യേണ്ടത് എന്താണ്? ആ ചെടിയെ അപകടപ്പെടുത്തുന്ന പിന്നെ വല്ല അണുക്കളോ വല്ല വൈറസുകളോ വല്ല പൊടിക്കാറ്റോ അല്ലെങ്കിൽ വല്ല കോഴിയോ ആടോ അത് കടിച്ചു കയറുകയോ ചെയ്യാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇത് രണ്ടും ചെയ്യുമ്പോൾ ആ ചെടി എന്തായിരിക്കും? നല്ല നന്നായി വളരും. രണ്ട് നിലക്കും കിട്ടും. ഒന്ന്, അതിനെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. രണ്ട്, അതിന് പിന്നെ കൂടുതൽ ഫലം കിട്ടുന്ന രീതിയിൽ അതിന് വളവും വെള്ളവും എല്ലാം കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഈമാനാകുന്ന സംഗതിക്ക് ഇട്ടുകൊടുക്കേണ്ട വളം എന്താണ്? ഈമാൻ എന്ന് പറയുന്ന ഒരു മരം, ഒരു തൈ നമ്മൾ നട്ടിട്ടുണ്ട്. അതുള്ളതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ എത്തിയത്. ഇല്ലെങ്കിൽ നമുക്ക് വരാനുള്ള തൗഫീഖ് ഉണ്ടാകൂല. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. അള്ളാഹുവിലും പരലോകത്തിലും റസൂലിലും എല്ലാം അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും പള്ളിയിലെത്തിയത്. ആ ഒരു മരത്തോട് ഉപമിച്ചിട്ടുണ്ട് അല്ലാഹു തആല ഖുർആനിൽ ഈമാനിനല്ലേ. കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ. ഈമാൻ എന്ന് പറയുന്നത് ഒരു പരിശുദ്ധമായ മരം പോലെയാണ്. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോകാൻ നേരമില്ല. അപ്പൊ ഈമാനാകുന്ന ഒരു മരം നമ്മുടെ ഉള്ളിൽ നമ്മൾ നട്ടിട്ടുണ്ട്. ഇനി ഇതിനെന്ത് ചെയ്യണം? ഇതിന് വെള്ളവും വളവും ഇട്ട് കൊടുക്കണം. അതെന്താണ്? ദിക്റുകളാണ്, തസ്ബീഹുകളാണ്, തഹ്ലീലുകളാണ്, ഖുർആൻ പാരായണമാണ്. ഇതൊക്കെ ഈമാൻ എന്ന് പറയുന്ന ഈ മരത്തെ പുഷ്ടിപ്പെടുത്താൻ ഇട്ടുകൊടുക്കുന്ന ഭക്ഷണങ്ങളാണ്. അതാണ് തഖ്വയുടെ ഒരു ഭാഗം. മറ്റൊന്ന്, അതിനെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അഥവാ കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യാൻ പാടില്ല, കാതുകൊണ്ട് ഹറാമ് ചെയ്യാൻ പാടില്ല, നാവ് കൊണ്ട് ഹറാമ് ചെയ്യാൻ പാടില്ല, കാലുകൊണ്ട് ഹറാമ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഹറാമ് ചെയ്യല് തഖ്വക്ക് എതിരാണ്. അതുകൊണ്ടാണ് തഖ്വയുടെ നിർവചനം പറഞ്ഞപ്പോ പണ്ഡിതന്മാര് പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹി. ഞാൻ പറയുന്നത് ശരിക്കും കുറച്ച് കഴമ്പുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. എപ്പോഴും പാട്ടൊന്നും പാടാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇതിന്റെ ഗൗരവത്തിലേക്ക് തന്നെ നമ്മൾ വരണം. ഇംതിസാലു അവാമിരില്ല, അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്യുക. വജ്തിനാബു നവാഹി, അല്ലാഹു തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ തഖ്വയായി. അതിന് പറ്റിയ ഏറ്റവും നല്ല അമൽ ഏതെന്ന് ചോദിച്ചാൽ തഖ്വ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ തഖ്വ വർദ്ധിപ്പിക്കുവാൻ, ചുരുക്കി പറഞ്ഞാൽ ഈമാൻ എന്ന വൃക്ഷത്തിന് വോൾട്ടേജ് കൂട്ടലാണ് തഖ്വ. അതിനെ പറ്റിയ ഏറ്റവും നല്ല അമൽ ഏതെന്ന് ചോദിച്ചാൽ അത് നോമ്പാണ്. അതിന് പറ്റിയ സമയം ഏതെന്ന് ചോദിച്ചാൽ അത് റമദാൻ മാസമാണ്. റമദാൻ മാസത്തിലാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുക? തഖ്വ വർദ്ധിപ്പിക്കാൻ പറ്റുക. ഈമാൻ എന്ന് പറയുന്ന സാധനത്തിന്റെ വോൾട്ടേജ് അങ്ങോട്ട് കൂട്ടാൻ പറ്റും. എങ്ങനെയെന്നറിയോ? ഈ രണ്ട് കാര്യം കൂടുതൽ ചെയ്യുന്ന റമദാനില്ല. ഒന്ന്, ഈ മരത്തെ അപകടപ്പെടുത്തുന്ന, അതിനെ ബാധിക്കുന്ന കീടങ്ങൾ, വൈറസുകൾ വരാൻ ഒരു സാധ്യതയുമില്ല. കണ്ണിന് നമ്മൾ അടച്ചു, നോക്കൂലല്ലോ. ഹറാമാരെങ്കിലും നോക്കോ റമദാൻ മാസത്തില്? കാതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഒരു ഹറാമും അറ്റ്ലീസ്റ്റ് ഹലാലായത് പോലും പലതും നമ്മൾ കേൾക്കുന്നില്ല. കാരണം ആ വഴിക്കുള്ള പിന്നെ കീടങ്ങൾ ഉള്ളിലേക്ക് കടക്കൂല, കാതിലൂടെ കടക്കൂല. അപ്പൊ എല്ലാ നിലക്കും പിന്നെ ഈ വൃക്ഷത്തെ അപകടപ്പെടുത്തുന്ന എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാ സാധ്യതകളും റമദാൻ മാസത്തിൽ ഒരാൾ അടച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് ക്യാരം ബോർഡ് കളിച്ചിരുന്നാലോ? റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റ് ഒരാൾ, നോമ്പ് നോക്കെന്ന് പറഞ്ഞാൽ എന്താ? പട്ടിണി എടുക്കലാണോ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, കമ്മിൻ സായിമിൻ, സഹാബത്തെ എത്ര നോമ്പുകാരുണ്ടെന്നറിയുമോ? യത്റുകു തുആമഹു വശറാബ വശഹ്വത, അവൻ ഭക്ഷണം ഒഴിവാക്കുന്നു, വെള്ളം ഒഴിവാക്കുന്നു, അവന്റെ വികാരങ്ങളൊക്കെ ഒഴിവാക്കുന്നു.
പക്ഷേ അവന്റെ നാവിന് നോമ്പില്ല, അവന്റെ കണ്ണിന് നോമ്പില്ല, അവന്റെ കൈകാലുകൾക്ക് നോമ്പില്ല. ഫലൈസ ലില്ലാഹി ഹാജ, ആ നോമ്പ് കൊണ്ട് റബ്ബിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ക്യാരം ബോർഡ് നോമ്പെടുത്തിട്ട് ക്യാരം ബോർഡ് കളിച്ചിരുന്നാൽ, ഗെയിം കളിച്ചിരുന്നാൽ, TV കണ്ടിരുന്നാൽ, സിനിമ കണ്ടിരുന്നാൽ, നോമ്പ് കണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതുവരെ എന്തെങ്കിലും വീഴ്ച ഈ റമദാൻ മാസത്തോട് എന്തെങ്കിലും അപകേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞ് ഇന്ന് റബ്ബിനോട് പടച്ചോനെ റമദാനായിട്ട് പോലും എന്നിൽ നിന്ന് പല വീഴ്ചകൾ സംഭവിച്ചു, പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഗഫൂറാണ്. അതിന്റെ അർത്ഥം പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാ എന്ന് ചിന്തിക്കാനല്ല. ഇപ്പൊ ഖേദം തോന്നുന്നുണ്ടെങ്കിൽ, ഇതുവരെ ഞാൻ പടച്ചോനെ എനിക്ക് ഗൗരവം അറിയാതെ ഞാൻ വീഴ്ച വരുത്തി എന്നൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു പുറത്തുതരും, ഉറപ്പാണ്. അപ്പൊ നോമ്പെടുത്തിട്ട് പിന്നെ എല്ലാം അടച്ചു. കുട്ടികളെ 2 മണിക്കും 3 മണിക്കും സമയത്ത് ഗെയിം കളിക്കുക മൊബൈലില്. ഈ കുട്ടികൾ ഇനി എന്ന് തർബിയത്ത് പഠിക്കും? എന്നാ പിന്നെ ആ സമയത്ത് ഉറങ്ങിയാ പോരെ? ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തത്? കുട്ടികളെ ഇவ்விധം നിയന്ത്രിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പരാജയപ്പെട്ടു ആ രക്ഷിതാക്കൾ. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് മൊബൈലിന്റെ അപകടത്തിലേക്ക് ഇപ്പൊ പോയാൽ നമുക്കിപ്പോ എവിടെ എത്താൻ കഴിയില്ല. നന്നായി ശ്രദ്ധിച്ചോളി. മൊബൈൽ ഉണ്ടാക്കുന്ന ദുരന്തം കുടുംബങ്ങള് ഇനി ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാന്നറിയില്ല. അതുകൊണ്ട് മൊബൈൽ എപ്പോൾ കൊടുക്കണം, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏതളവിൽ കൊടുക്കണമെന്ന് ഓരോ രക്ഷിതാക്കളും പഠിച്ചോളണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോ നമ്മൾ റമദാനിൽ നോമ്പിൽ എന്ത് ചെയ്തു? ഇതിന്റെ അണുക്കൾ, കീടങ്ങൾ ബാധിക്കാനുള്ള എല്ലാ കവാടവും അടച്ച് നല്ല നെറ്റിട്ടു. നമ്മള് ഇനി കോഴിയൊന്നും കൊത്തൂല, പിന്നെ കോഴിയൊന്നും ചിക്കൂല, ആടൊന്നും വന്ന് കടിക്കൂല. ഇല്ലേ? റമദാനിൽ നമ്മൾ ചെയ്തു. കൂട്ടത്തിൽ എന്ത് ചെയ്തു? കൂടുതൽ വളമിട്ടു. കാരണം നമ്മുടെ ചിന്തയിൽ ഹറാമില്ല, നമ്മുടെ നോട്ടത്തിൽ ഹറാമില്ല. പിന്നെ ഖുർആൻ എടുത്ത് ഓതണം, ദിക്റുകൾ ചൊല്ലുകയാണ്. അപ്പൊ ഈ 2 നിലക്കും ഇതിങ്ങനെ എന്താകുമ്പോ സ്ട്രോങ് ആകുമ്പോൾ സ്വാഭാവികമായും ഈമാൻ എന്ന സാധനം കൂടുകയും കുറയില്ല. ഈമാൻ കുറയണ്ട, കൂടാൻ ഒരുപാട് ഈമാൻ ഉണ്ടാവും. ഒരാൾക്ക് ഈമാൻ ഒന്നേ ഉള്ളൂ. കിതാബുകളിലൊക്കെ കാണാം, അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഈമാന്റെ എണ്ണം കൂടുന്നല്ല പറഞ്ഞത്, ഈമാന്റെ പവർ കൂടുകയും കുറയുകയും ചെയ്യും. പവർ കൂടാന്ന് പറഞ്ഞാൽ തഖ്വയുടെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ അത് നമ്മൾ ബാക്കിലേക്ക് പോകാൻ പാടില്ല, ഒരാളും പുറകോട്ട് പോകാൻ പാടില്ല. ഇനി ഓരോ ദിനങ്ങളും നമ്മുടെ കൽബിനെ ബാധിക്കുന്ന ഒന്നും കേൾക്കാനും കാണാനും മൊബൈൽ വഴിയോ ഏത് വഴിയും പാടില്ല. എല്ലാം അടച്ചോളണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ നല്ല വെള്ളം കൂടുതൽ ഒഴിക്കണം. അതിലൊരു 2 സംഗതി ഇപ്പൊ പറയാം. ഒന്ന് ഖുർആൻ പാരായണം തന്നെയാണ്. റമദാൻ ഖുർആനിന്റെ മാസമാണല്ലോ. ഖുർആൻ ഒരാൾ കൂടുതൽ ഓതുകയാണെങ്കിൽ അയാളുടെ കൽബ് ഇങ്ങനെ തെളിയും. മറ്റൊന്ന് ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. ദിക്ർ എന്ന് പറയുമ്പോൾ ദിക്റാകട്ടെ, സ്വലാത്താകട്ടെ, തസ്ബീഹുകളാകട്ടെ, തഹ്ലീലുകളാകട്ടെ, ഇതൊക്കെ അദ്കാറിൽ പെട്ടതാണ്, ദിക്റിൽ പെട്ടതാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാ? അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഇന്നൽ ഖുലൂബ തസ്ദഉ, മനുഷ്യന്മാരുടെ കൽബുകള് നുരുമ്പിക്കും. കമാ തസ്തഉൽ ഹദീദ്, ഇരുമ്പ് തുരുമ്പെടുക്കുന്ന പോലെ. ഇരുമ്പ് നല്ല ഉറപ്പുള്ള സാധനമാണ്, അതാണെങ്കിൽ പോലും ഒരു ഭാഗത്ത് ഇട്ട് നോക്കട്ടെ, തുരുമ്പെടുക്കും. എന്നതുപോലെ മനുഷ്യരുടെ ഹൃദയങ്ങൾ തുരുമ്പെടുക്കും, കേടുകൾ സംഭവിക്കും. എന്ത് ചെയ്യണം? എപ്പോഴും അതിനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം, അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെയാ പുതുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ് ഈമാനെ പുതുക്കേണ്ടത്. അപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞു ഹോംവർക്ക് തരാന്ന് പറഞ്ഞിരുന്നു. ഒരു ഹോംവർക്ക് ഇതാണ്. എല്ലാവരും പറ്റുന്നവരൊക്കെ ഓരോ നിശ്ചിത സമയം, പറ്റുമെങ്കിൽ ഓരോ വക്തിന് ശേഷവും ഞാൻ ഒരു 250 ദിക്ർ, അങ്ങനെ കണക്കൊന്നുമില്ലട്ടാ, ഞാൻ ഒരു ഏകദേശം ഇത് പറയാണ്. ഒരു വക്ത് നിസ്കാരത്തിന് ശേഷം ഞാൻ ഒരു 250 ദിക്ർ ചൊല്ലും. എങ്ങനെ ചൊല്ലും?
വെറുതെ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ പോരാ, അർത്ഥം അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്നിങ്ങനെ എന്ത് ചെയ്യണം? കൽബിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള എല്ലാ ഇലാഹുകളെയും പുറത്തേക്കെടുത്ത് വലിച്ചെറിയണം. ഏതാ ഇലാഹ്? ഒന്ന് പണം, പണത്തോട് ആഗ്രഹമുണ്ടെങ്കിൽ പണമാണ് നിന്റെ ഇലാഹ്. മറ്റൊന്ന് അധികാരം, അധികാരത്തോട് വലിയ ഭ്രമമുണ്ടെങ്കിൽ അതാണ് നിന്റെ ഇലാഹ്. മറ്റൊന്ന് സ്ത്രീ, പെണ്ണുങ്ങളാണ് നീ പൂജിക്കുന്നതെങ്കിൽ അതാണ് നിന്റെ ഇലാഹ്. ഇങ്ങനെ എന്തൊക്കെ പലർക്കും പലതാകുമല്ലോ. എന്താണോ മാലിന്യമായി അഴുക്കായി ഹൃദയത്തിലുള്ളത് അതൊക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയണം. അതാണ് ലാ ഇലാഹയുടെ അർത്ഥം. ഇവിടെ ഒരു ഇലാഹിനും ഒരു ഇടവുമില്ല. പണത്തിനില്ല, അധികാരത്തിനില്ല, കുടുംബത്തിനില്ല, ഒന്നുമില്ല. ലാ ഇലാഹ, എനിക്ക് ഒരു ഇലാഹിനെയും വേണ്ട. ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. അല്ലാതെ ഉള്ളിലുള്ളതൊക്കെ എടുത്ത് വലിച്ചെറിയാതെ അതിന്റെ മോളിൽ ഇത് കൊണ്ടുവച്ചാൽ വലിയ ഫലമൊന്നും ഉണ്ടാകില്ല. അങ്ങനെ ഒരാൾ മനസ്സറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുകയാണെങ്കിൽ, കൂടുതൽ ചൊല്ലുകയാണെങ്കിൽ അയാളുടെ ഹൃദയം ഇങ്ങനെ തെളിഞ്ഞ് 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 വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തഖ്വയുടെ ഇനി തഖ്വ വർദ്ധിപ്പിക്കാൻ വേറെന്തൊക്കെ ഭക്ഷണം കഴിക്കണം? നാളെ ഇത് ചെയ്തിട്ട് വരുന്നെങ്കിലേ ഈ പറയണതിൽ അർത്ഥമുള്ളൂ. ഇതിങ്ങനെ കേട്ടിട്ട് വെറും വാഴായി കേട്ടാൻ പറ്റില്ല. ഒരു മരുന്ന് ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് ഏത് സമയമാണോ ആ സമയം കണ്ടെത്തി ഇനിയുള്ള നാളുകളിൽ ദിക്ർ വർദ്ധിപ്പിച്ചോളി. അപ്പോൾ നാളെ വരുമ്പോഴേക്ക് ചെറിയ ഒരു തെളിച്ചം വന്നുണ്ടാവും. നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശപൂരിതമാക്കി തരുമാറാകട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൽബിനെ നീ തെളിച്ചമുള്ളതാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തഖ്വയുടെ ഗ്രാഫ്, ഈമാനിൻ്റെ ഗ്രാഫ് വലിയ അളവിൽ ഉയർത്താൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. അതിന് ഉപകാരപ്പെടുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അധികരിപ്പിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അതിന് തടസ്സമാകുന്ന എല്ലാ ഹറാമുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് റഹ്മാനെ. ലൈലത്തുൽ ഖദർ നിഷേധിക്കപ്പെടുന്ന നിർഭാഗ്യവാന്മാരിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ എന്ന സൗഭാഗ്യം ലഭിക്കുന്ന വിജയികളായ മുത്തഖീങ്ങളായ അടിമകളിൽ അല്ലാഹുവേ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ സഹോദരന്മാർ, പല നിലക്കുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അതല്ലാത്തവരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടില്ലാത്തവരും ഒക്കെയായ സഹോദരന്മാരും സഹോദരിമാരുണ്ട് റബ്ബേ. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാഹ്. നീ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും മറികടക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. സിഹത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരവും ഞങ്ങളുടെ സകാത്തുകളും സദഖകളും എല്ലാ അദ്കാറുകളും നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.